മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജനങ്ങളെ സർക്കാരിനെതിരാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട പ്രതിപക്ഷ നീക്കങ്ങൾ വസ്തുതകൾ പുറത്തുവന്നതോടെ പൊളിഞ്ഞു. മുനമ്പത്തെ കുടുംബങ്ങളുടെ അവകാശം സംരക്ഷിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. മുനമ്പം ഭൂമി പ്രശ്നം ഉയർത്തി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നുണപ്രചരണമാണ് UDF നടത്തിയത്. പ്രതിപക്ഷ നേതാവ് നുണപ്രചാരണത്തിന് എരിവു കൂട്ടി. അവസാനം ലീഗ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞതോടെ VD സതീശൻ വെട്ടിലായി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോ? വഖഫ് ഭൂമിയല്ലാന്നത് എൻ്റെ വണ്ടിയിൽ രേഖകളുണ്ട്, ഞാനത് പ്രഖ്യാപിക്കുന്നു. എനിക്കോ അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ? ഇവർക്കൊക്കെ ഒരു പ്രിവിലേജ്, നിങ്ങളുടെ ഒരു മാധ്യമ പരിലാളനം ഉള്ളതുകൊണ്ട് പഠിച്ച് നിങ്ങൾ ആരും ചോദ്യം ചോദിക്കില്ല. നിങ്ങളപ്പം ചോദിക്കേണ്ടത് നിങ്ങളുടെ മുന്നണിയല്ലേ ഞങ്ങൾ മറ്റേ ഗവൺമെൻറ് നികുതി അടയ്ക്കുമ്പോൾ ഞാൻ പത്രക്കാരോടൊക്കെ അന്നേ പറഞ്ഞു തുടങ്ങുന്നതാ, ഇവിടെ സബ്മിഷൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ UDF അല്ലേ? ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കോടതി വിധികളാകെ ഉദ്ധരിച്ചുകൊണ്ട് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളല്ലേ? എന്നിട്ടാണോ ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രശ്നം ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം എന്തോ സംഭവിച്ചു? ഞങ്ങളിത് രാഷ്ട്രീയമോ മറ്റ് വിഭജനമോ ഉണ്ടാകരുതെന്ന് കരുതി നിലപാട് സ്വീകരിക്കുന്നവരാണ്. വിഷയത്തിലുള്ള ലീഗിന്റെ ഇരട്ടത്താപ്പും പതിയെ പുറത്തു വന്നു. നിങ്ങൾ നോക്കി 2001 മുസ്ലിം ലീഗിന് 62 കോൺഗ്രസിന് 62 സീറ്റുണ്ട്. ലീഗിന് എത്ര സീറ്റുണ്ട്? 17 സീറ്റുണ്ട്. 62ഉം 17. ഇപ്പം എത്രയാ? 21ഉം 15. കഴിഞ്ഞവണ എത്രയാ? 22ഉം 18. നേരത്തെ എത്രയാ? 62ഉം 17. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ രണ്ട് പാർട്ടി നിൽക്കുന്നതെന്ന്? ചെറിയ വ്യത്യാസമുള്ളവർ തമ്മിൽ. ഇപ്പോൾ ലീഗ് നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, പ്രധാനപ്പെട്ട ആളുകൾ ഇത് വഖഫാണ്. അപ്പോൾ പിന്നെ എന്തിനാ വരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ പോകുമ്പോൾ അവരെന്ത് പറയണമായിരുന്നു? വഖഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പാടില്ല. അത് വിറ്റതാരാ? ലീഗ് തന്നെ അല്ലേ? വിൽപ്പന നടത്തിയതാരാ? KPCC സെക്രട്ടറി. നിങ്ങൾ ആരെങ്കിലും എഴുതിയോ KPCC സെക്രട്ടറിയാണ് ഇത് 500 രൂപയ്ക്കെല്ലാം ഈ വിൽപ്പന നടത്തിയത് പോളാണെന്നുള്ളത്? മുനമ്പത്തെ കുടുംബങ്ങളുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഈ കമ്മീഷൻ വച്ചേ തെറ്റ് വഹിക്കാൻ. ഇപ്പോൾ ഉപനേതാവ് എന്താ പറയണത്? കമ്മീഷൻ്റെ തീരുമാനം വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. എവിടെ നിൽക്കണം നിങ്ങൾ? എന്തായാലും ഗവൺമെൻറ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 3 മാസം എന്നാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത്. പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ സംരക്ഷിക്കാം, ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.